നമ്മൾ ആവർത്തിച്ചു പറയുന്നു, ജിന്നിനോട് പ്രാർത്ഥിക്കാനോ ഭൗതികമോ അഭൗതികമോ ആയ കാര്യം ചോദിക്കാനോ ജിന്നുമായി ബന്ധപ്പെട്ട് ഇത്തരം എന്തെങ്കിലും ക്രയവിക്രയങ്ങൾക്കോ ഇസ്ലാം ഒരു നിലക്കും അനുവാദം നൽകുന്നില്ല. അതിനെ പൂർണ്ണമായി നിരാകരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ തന്നെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞ അതേ വാദത്തിലേക്കാണ്. ക്ലിപ്പ് നിങ്ങൾ കേട്ടു. ജിന്നിന്റെ കഴിവ് അഭൗതികമായ കഴിവാണ്, അല്ലെ? കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള കഴിവാണ്. മലക്കിന്റെ കഴിവ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള കഴിവാണ് എന്ന അതേ അവസ്ഥയിലേക്ക് എത്തി. അതുവഴി മുഖാമുഖങ്ങളിൽ പോലും ഇവിടുത്തെ സുന്നി വ്യക്തികൾക്ക് മുന്നിൽ പോലും ഇവിടുത്തെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരുടെ മുന്നിൽ തൗഹീദ് സ്ഥാപിക്കാൻ പോയിട്ട് ശിർക്കിൽ ആപതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല, പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ എന്ന് പരസ്യമായി അവരുടെ മുന്നിൽ പറയുന്നിടത്തേക്കാണ് എത്തുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ അപകടം ഇവിടം കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ഇത് ഏറ്റവും വലിയ അപകടമാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ശിർക്കിലേക്ക് പോവുക. മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ശിർക്കാകുള്ളൂ? ഖുതുബിയെ തോതിയാൽ മാത്രമേ ശിർക്കാകുള്ളൂ? അല്ല, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. അവിടെ നിന്നാണ് മാറുന്നത്. ജിന്നിനോട് സഹായം ചോദിച്ചാൽ, ജിന്നിനെ ഉപയോഗിച്ചാലേ ശിർക്കാകുള്ളൂ. അഭൗതിക വഴിയിൽ അങ്ങനെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ലെന്ന തലത്തിലേക്ക് വാദങ്ങൾ എത്തുകയാണ്. ഇത് ഏറ്റവും അപകടകരമാണ്. പക്ഷെ ഇത് മാത്രമാണോ ഇവിടുത്തെ അപകടം? അല്ല. ഭൗതികം അഭൗതികം കാര്യകാരണ ബന്ധം തുടങ്ങിയ മേഖലകളിൽ മാറ്റം വരുത്തിയതിലൂടെ വന്ന വേറെയും ധാരാളം അപകടങ്ങളുണ്ട്.